ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേക്കിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കാം എന്ന് നോക്കാം. അതിനായി ഇവിടെ ഞാൻ 2-3 കപ്പും മെഷർമെൻറ്റ് കപ്സ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഗ്ലാസ് ഉണ്ട്, ഞാൻ സ്പൂണും മെഷറിംഗ് സ്പൂൺസ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതെങ്ങനെയാണെന്ന് വിശദീകരിക്കാം. ഇതാണ് 250 ml ഒരു കപ്പ്. ഇത് ഒരു ഗ്ലാസ് നമ്മൾ സാധാരണ വീട്ടിൽ ചായ കുടിക്കുന്ന ഗ്ലാസ്സാണ്. 250 ml ഈ കപ്പും നമ്മുടെ ഈ ചായ കുടിക്കുന്ന ഗ്ലാസും ഏകദേശം സെയിം അളവ് തന്നെയാണ്. അതെന്ന് പറയുന്നത് നമ്മൾ വെയിങ് മെഷീനിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 125 ഗ്രാം വരും. നമ്മൾ മൈദ എടുക്കുകയാണെങ്കിൽ ഒരു 125 ഗ്രാം ആയിരിക്കും. അത് നമുക്ക് കേക്കിന് ബേക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ കപ്പില്ലെങ്കിൽ നമുക്ക് ഗ്ലാസ്സിൽ അളവെടുത്ത് കേക്ക് ബേക്ക് ചെയ്യാവുന്നതാണ്. ഇത് ടീസ്പൂൺ, ഒരു ടീസ്പൂണാണിത്. ഈ ടീസ്പൂൺ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ വീടുകളിലെല്ലാം കാണുന്ന ഈ സ്പൂണിന് ഒരു സ്പൂണാണ്. അത് വടിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് 1/2 ടീസ്പൂണാണ്. ഇത് നമ്മുടെ ഐസ്ക്രീമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സ്പൂണാണ്. അതും ഈ 1/2 ടീസ്പൂണും ഒരേ അളവാണ്. നമ്മളിത് എടുക്കുമ്പോൾ എപ്പോഴും വടിച്ചെടുക്കണം എന്ന് മാത്രം. ഇപ്പം സാധാരണ സ്പൂണും ഗ്ലാസും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ കൂടി നമുക്ക് ബേക്ക് ചെയ്യാൻ യാതൊരു പ്രയാസവുമില്ല എന്ന് നമുക്ക് മനസ്സിലായില്ലേ. എല്ലാ അളവുകളും എടുക്കുമ്പോഴും നമ്മൾ വടിച്ച് തന്നെ എടുക്കണം. ഇനി നമുക്ക് ഒരു ഓറഞ്ച് കേക്ക് എങ്ങനെ നമുക്ക് ഇതിലൂടെ ചെയ്യാമെന്ന് നോക്കാം. ഞാനിതിവിടെ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് ഗ്ലാസ്സിലും കപ്പിലും ഒക്കെ ഞാൻ മെഷർമെൻറ്റ് ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഈ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് 1.25 കപ്പ് മൈദയാണ് വേണ്ടത്. ഞാൻ ഗ്ലാസ്സിലാണ് അതിന് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, വാനില എസൻസ്, ഓറഞ്ചിൻ്റെ തൊലിയാണിത്. ഞാൻ ഓറഞ്ചിൽ നിന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ബട്ടർ 100 ഗ്രാം വേണം. 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസും വേണം. പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പല്ല, 1 കപ്പ് വേണം. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഞാനപ്പോൾ ഈ 1.25 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1.25 ഗ്ലാസ്, നിങ്ങൾ ഗ്ലാസ് കയ്യിലുള്ളെങ്കിൽ 1.25 ഗ്ലാസ് മൈദ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ് വേണ്ടത്. നമ്മൾ എപ്പോഴും അളവെടുക്കുമ്പോൾ വടിച്ചെടുക്കണം, തിക്കി ഫില്ല് ചെയ്യരുത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നത്. ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്തു. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് അതിന് വേണ്ട ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ 100 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബട്ടർ നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര പൊടിച്ചത് ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഞാൻ എൻ്റെ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ഞാൻ നമ്മുടെ ടൂൾസിനെ പറ്റിയും
ഓവൻ സെറ്റിങ്ങിനെ പറ്റി എല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരൊന്ന് അത് കാണുക. പഞ്ചസാര നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. മഞ്ഞ നിറം മാറി പതിയെ ഒരു വെള്ള നിറം പോലെ വരുന്നു. ഈ സമയത്ത് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. 2 മുട്ടയാണ് ഞാനിതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. മുട്ട ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് കൊടുക്കണം. മുട്ട ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് സ്പീഡിൽ നിങ്ങൾ ബീറ്റ് ചെയ്യരുത്. ബീറ്റ് ചെയ്താൽ ഒരു പിരിഞ്ഞ പോലെ വരും. അപ്പോൾ വളരെ മീഡിയം സ്പീഡിലിട്ടാണ് അത് ബീറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ മുട്ടയെ ഞാൻ ആഡ് ചെയ്തു ബീറ്റ് ചെയ്യാണ്. ചെറുതായിട്ടൊന്ന് പിരിയുന്ന പോലെ വന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അതിന് കേക്കിന് ഒരു കുഴപ്പവും വരില്ല. 2 മുട്ടയും ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് ഇനി നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഈ സ്പാച്ചില കൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പാച്ചില കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ പതിയെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പല പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഓറഞ്ച് ജ്യൂസ് എടുത്തു വെച്ചിരിക്കുന്നത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മുഴുവൻ മൈദ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രഷ് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്ററിൽ ചുരണ്ടി എടുത്തതാണ്. 1/2 ടീസ്പൂണാണ് നമ്മളത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കണം. ബാറ്റർ ഒരുപാട് ലൂസ് ബാറ്റർ അല്ല, തിക്ക് ബാറ്ററാണ്. ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിൻ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരത് കാണുക. ഇനി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഞാനിത് ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇനി ഇത് നല്ലതുപോലെ മൂടി വെച്ച് എനിക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് 1 മണിക്കൂർ സമയം എടുത്തു. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് പാത്രം തുറന്നു നോക്കാൻ പാടില്ല. ഒരു 50-55 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് തുറന്നു നോക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നല്ലതുപോലെ കേക്കിൻ്റെ മണം വന്നതിന് ശേഷം മാത്രം തുറന്നു നോക്കുക. ഇനി നമുക്കിതൊന്ന് പുറത്തെടുക്കാം. ടിന്നിൽ നിന്ന് പുറത്തെടുത്ത് നോക്കാം.
നമ്മുടെ കേക്ക് ഇവിടെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. വളരെ സോഫ്റ്റാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഓറഞ്ച് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.